മോദി വിരോധിയായ പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അല്ലെ. അദ്ദേഹം മൈക്ക് കെട്ടിയിട്ട് ഇവിടെ ഇരുന്നുണ്ട് മോദി ഫാസിസ്റ്റാ, മോദി മറ്റതാ, മോദി മറിച്ചതാ, BJP അതാ. പിന്നെ മെയിൻ ആയിട്ട് ഒരു ഡയലോഗ് കേരളത്തിൽ നടപ്പാക്കില്ല. ഈ പറയുന്നതൊക്കെ വെറും പൊള്ളയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഓരോ സംഗതികൾ വരുമ്പോഴും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അതിന് കിട്ടേണ്ട ഫണ്ടും ലാപ്സായി കടം മേടിച്ച് ഇങ്ങനെ മുട്ടൊടിയുമ്പം ഇനി വേണമെങ്കിൽ ഞങ്ങൾ നടപ്പാക്കാട്ടോ എന്നും പറഞ്ഞ് പോകുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും എന്നത് മാറി കാര്യം കാണാൻ കഴുത കാലും പിടിക്കും എന്നൊരു ഉദാഹരണമാണ് ഈ കാണുന്ന ഫോട്ടോ. കഴിഞ്ഞ ദിവസം മോദിയെ കാണാൻ വേണ്ടി പിണറായി വിജയൻ പോയിരിക്കുകയാണ്. ഗിഫ്റ്റായി കൊടുത്ത കോലമാണ് കയ്യിലിരിക്കുന്നത്. പരമശിവന്റെ ഭിക്ഷാടന വേഷം. അതിന്റെ പുറകിൽ ഒരു കഥയൊക്കെ ഉണ്ടാകും, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, പിണറായി വിജയൻ ഇത്രയും നാളും ദൈവം എന്നൊരു സങ്കല്പത്തെ പറ്റി പറയുന്ന സമയത്ത് എന്ത് ദൈവം, ആ ഒരു മൈൻഡാണ് പുള്ളിക്ക്. ഇപ്പൊ ശബരിമലയിലെ സ്ത്രീകളെ കയറ്റുന്നതിന് ഒരു ഉത്തരവ് വന്നപ്പോഴത്തേക്ക് ഇത്ര ആളുകളുടെ വിശ്വാസം അതിനകത്ത് ഉണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസിയല്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നതുപോലും മൈൻഡ് ആക്കാതെ അന്ന് CPM-ന്റെ ആ ഒരു ധാർഷ്ട്യം, പഴയ പാർട്ടി സെക്രട്ടറി ആണല്ലോ, ആ ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് എല്ലാ കൊള്ളരുതായികയും ചെയ്ത വ്യക്തി ഇപ്പൊ മോദിയെ കണ്ടപ്പോ ദൈവികമായിട്ടുള്ള ഒരു സംഗതി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാര്യം കാണാൻ കഴുത കാലും പിടിക്കും. ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ തനിനിറം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പുറത്ത് വന്ന് വോട്ടിന് വേണ്ടി അവർ ഹിന്ദുവിനെ തൊഴും, ഹിന്ദുവിന്റെ കാലിൽ വീഴും, ഭസ്മം ഓടിക്കും, അമ്പലത്തിൽ പോയി ഇങ്ങനെ നിൽക്കും. രാഹുൽ ഗാന്ധിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് ഇപ്പുറത്തെ സൈഡില് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ട് അവര് പറയും മുസ്ലിങ്ങളുടെ ഒപ്പം നമ്മൾ നിൽക്കണം, ഹിന്ദുക്കൾ ഇവിടെ ശരിയല്ല, ഹിന്ദുക്കൾ അങ്ങനെ ഹിന്ദുത്വവാദം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ ഇവർക്ക് ഇരട്ട മുഖമാണ്. ഇത് വോട്ട് ചെയ്യുന്ന വ്യക്തികളായ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. കാര്യം കാണാൻ എന്തും ചെയ്യും, എന്തും.